മൂന്നാം വഴി വീക്കെൻഡ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ നിത്യ. ഈ ആഴ്ചയിലെ പ്രധാന സഹകരണ വാർത്തകളിലേക്ക്. അഴിമതി പ്രശ്നങ്ങൾ സഹകരണ മേഖല ഗൗരവമായി കാണണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സഹകരണ മേഖല പങ്കാളിത്തം വഹിക്കാത്ത രംഗം കേരളത്തിൽ അപൂർവമാണെന്നും മുന്നേറ്റത്തിൽ വലിയ നേട്ടങ്ങളും കോട്ടങ്ങളും ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു. സംസ്ഥാന സഹകരണ യൂണിയനും സഹകരണ വകുപ്പും ചേർന്ന് നടത്തുന്ന 9ാമത് സഹകരണ കോൺഗ്രസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സഹകരണ മേഖല പങ്കാളിത്തം വഹിക്കാത്ത രംഗം കേരളത്തിൽ അപൂർവമാണെന്നർത്ഥം. ഈ അഭൂതപൂർവമായ വളർച്ച അത് അതിൻ്റേതായ ഗുണവും ഉണ്ടാക്കിയിട്ടുണ്ട്. അത്തരം വളർച്ചയോടൊപ്പം ഉണ്ടാകാനിടയുള്ള ചില ദോഷങ്ങളും അതിൻ്റെ കൂടെ തന്നെ വളർന്നു വന്നിട്ടുണ്ട് എന്ന് നാം കാണും. അഴിമതി തീണ്ടാത്തൊരു മേഖല മെല്ലെ ചെറിയ തോതിലുള്ള ചില അഴിമതി പ്രശ്നങ്ങൾ ഒറ്റപ്പെട്ട രീതിയിൽ പലയിടങ്ങളിലായി കാണുന്ന നിലമുണ്ട്. കാലത്തിൻ്റെ മാറ്റം വലിയ തോതിൽ ഇത്തരം കാര്യങ്ങളിൽ സ്വാധീനം ചെലുത്തുന്ന നിലയുണ്ടാക്കുന്നു എന്നുള്ളതും സഹകരണ മേഖല ഗൗരവമായി കാണേണ്ടതാണ്. കേരള നിയമസഭ പാസാക്കിയ കേരള സഹകരണ സംഘം നിയമ ഭേദഗതിക്ക് ഗവർണർ അംഗീകാരം നൽകാത്ത നടപടിക്കെതിരെ സഹകരണ കോൺഗ്രസ് പ്രമേയം പാസാക്കി. ഭരണഘടനയ്ക്ക് വിരുദ്ധമല്ലാത്ത വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സഹകരണ നിയമ ഭേദഗതിക്ക് നാളിതുവരെ കേരളത്തിൽ ഗവർണർമാർ ആയിരുന്നവർ ആരും തടസ്സം നിൽക്കുകയോ അംഗീകാരം നൽകുവാൻ കാലതാമസം വരുത്തുകയോ ചെയ്തിട്ടില്ല. ഗവർണർ ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു അധികാര കേന്ദ്രമല്ല. ഭരണഘടനയ്ക്ക് അനുസൃതമായ ജനാധിപത്യ തത്വങ്ങൾക്ക് വിരുദ്ധമായാണ് ഗവർണറുടെ നടപടിയെന്ന് പ്രമേയത്തിൽ കുറ്റപ്പെടുത്തുന്നു. സംസ്ഥാനത്തിന്റെ സഹകരണ നയത്തിൽ കാലോചിതമായ മാറ്റം വേണമെന്ന സഹകരണ കോൺഗ്രസിന്റെ നിർദ്ദേശം. ഇതിനായി 9 മാറ്റങ്ങൾ ഉൾപ്പെടുത്താനുള്ള ശുപാർശ സർക്കാരിന് സമർപ്പിക്കും. സഹകരണ സ്റ്റാർട്ടപ്പുകളും കർഷക ഉൽപാദന കൂട്ടായ്മകളും തുടങ്ങാൻ സംഘങ്ങൾക്ക് അനുമതി നൽകണമെന്നാണ് പ്രധാന ശുപാർശ. 2011 നിക്ഷേപ സമാഹരണ കാലയളവിലേക്ക് മാത്രമായി ആവിഷ്കരിച്ചിരിക്കുന്ന പുനർനിക്ഷേപ പദ്ധതി ഏതെങ്കിലും സഹകരണ സംഘങ്ങൾ ഇപ്പോഴും തുടരുന്നുണ്ടെങ്കിൽ അതുടനെ നിർത്തിവെക്കണമെന്ന് സഹകരണ സംഘം രജിസ്ട്രാർ ആവശ്യപ്പെട്ടു. 2011 നിക്ഷേപ സമാഹരണത്തിന് മുന്നോടിയായി 2011 ഫെബ്രുവരി 23 18/2011 നമ്പറിലുള്ള സർക്കുലറിലാണ് പുനർനിക്ഷേപ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്ന കാര്യം വ്യക്തമാക്കിയത്. ഒന്നിലധികം സംസ്ഥാനങ്ങൾ പ്രവർത്തന പരിധിയായുള്ള മൾട്ടി-സ്റ്റേറ്റ് വായ്പാ സഹകരണ സംഘങ്ങൾ ബാങ്കുകളാക്കി മാറ്റാൻ തയ്യാറാകണമെന്ന് കേന്ദ്ര സഹകരണ മന്ത്രി അമിത് ഷാ ആവശ്യപ്പെട്ടു. രാജ്യത്തെ സഹകരണ ബാങ്കുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ മൾട്ടി-സ്റ്റേറ്റ് വായ്പാ സംഘങ്ങൾ സ്വയം സഹകരണ ബാങ്കുകളായി മാറണമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഡൽഹിയിലെ വേൾഡ് ട്രേഡ് സെന്ററിൽ സഹകരണ സംഘങ്ങൾക്കായുള്ള സെൻട്രൽ രജിസ്ട്രാറുടെ ആസ്ഥാനം ഉദ്ഘാടനം ചെയ്യവെയാണ് മന്ത്രി അമിത് ഷാ ഇങ്ങനെ ആവശ്യപ്പെട്ടത്. മൾട്ടി-സ്റ്റേറ്റ് സഹകരണ സംഘങ്ങളുടെ ഭരണസമിതി വനിതാ പട്ടിക വിഭാഗ സംവരണം നിർബന്ധമാക്കി കേന്ദ്ര സഹകരണ മന്ത്രാലയം. മൾട്ടി-സ്റ്റേറ്റ് സഹകരണ സംഘം നിയമത്തിൽ ഭരണസമിതിയിലെ സ്ത്രീ പട്ടിക വിഭാഗ സംവരണം വ്യവസ്ഥ ചെയ്തിരുന്നു. ഇത് നടപ്പാക്കാനുള്ള ഉത്തരവാണ് കേന്ദ്ര സഹകരണ മന്ത്രാലയം ഇറക്കിയിട്ടുള്ളത്. മൾട്ടി-സ്റ്റേറ്റ് സഹകരണ സംഘങ്ങളുടെ ഭരണസമിതിയിൽ 21 അംഗങ്ങളാണ് വേണ്ടത്. ഇതിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് ഓരോ അംഗങ്ങൾ വീതവും 2 വനിതാ പ്രതിനിധികളുമാണ് ഭരണസമിതിയിൽ വേണ്ടത്. സംഘം ഭരണസമിതി തെരഞ്ഞെടുപ്പിന് നിയോഗിക്കപ്പെട്ട വരണാധികാരി ഉറപ്പുവരുത്തണമെന്നും കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിന്റെ ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. സഹകരണ മേഖലയ്ക്ക് പുതിയ പ്രഖ്യാപനങ്ങളൊന്നുമില്ലാതെ പുതിയ നയപ്രഖ്യാപനം. സാധാരണക്കാരുടെ സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റാൻ പാകത്തിൽ സംസ്ഥാനത്തെ സഹകരണ മേഖലയ്ക്ക് ഇടപെടാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് നിയമസഭയിൽ അവതരിപ്പിച്ച നയപ്രഖ്യാപനത്തിൽ പറയുന്നു. സ്വകാര്യ പണമിടപാടുകാരുടെ പിടിയിൽ നിന്ന് ഗ്രാമീണ കുടുംബങ്ങളെ മോചിപ്പിക്കാനായി തയ്യാറാക്കിയ മുറ്റത്തെ മുല്ല, താഴ്ന്ന വരുമാനക്കാർ, തൊഴിലാളികൾ, ചെറുകിട വ്യാപാരികൾ എന്നിവർക്കുള്ള സാമ്പത്തിക സഹായം എന്നിവയെല്ലാമായി 547.16 കോടി രൂപയുടെ വായ്പയാണ് സഹകരണ സംഘങ്ങൾ വിതരണം ചെയ്തത്. പ്രത്യേകമായി
ശാരീരികമായ പ്രയാസം അനുഭവിക്കുന്നവരും മറ്റുള്ളവരുടെ സഹായം ആവശ്യമുള്ളവരുമായ ഭിന്നശേഷിക്കാരായ സർക്കാർ ജീവനക്കാരെ സ്പാർക്ക് ബന്ധിത ബയോമെട്രിക് പഞ്ചിംഗ് സംവിധാനം വഴി ഹാജർ രേഖപ്പെടുത്തുന്നതിൽ നിന്ന് സർക്കാർ ഒഴിവാക്കി. ഓരോ കേസും സംബന്ധിച്ച അപേക്ഷ കിട്ടുന്ന മുറയ്ക്ക് പ്രത്യേകം പരിശോധിച്ച് സ്പാർക്ക് ബന്ധിത ബയോമെട്രിക് പഞ്ചിങ്ങിൽ നിന്ന് ഒഴിവാക്കി നൽകാൻ വകുപ്പ് മേധാവികളും ജില്ലാ ഓഫീസർമാരെയുമാണ് സർക്കാർ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ഹാജർ പുസ്തകത്തിൽ ഇവർ ഹാജർ രേഖപ്പെടുത്തണം. ലീവുകൾ സ്പാർക്ക് വഴി നൽകണം. ഭിന്നശേഷിക്കാരായ സർക്കാർ ജീവനക്കാരുടെ സ്പാർക്ക് പ്രൊഫൈലിൽ ഈ ആനുകൂല്യം കിട്ടുന്നതിനായി ഫിസിക്കലി ഹാൻഡിക്യാപ്റ്റഡ് എന്ന് രേഖപ്പെടുത്തണമെന്നും ഉത്തരവിൽ നിർദ്ദേശിക്കുന്നു. സംസ്ഥാനത്തിന് റവന്യൂ ഭവൻ നിർമ്മിക്കാൻ തീരുമാനം. കവടിയാർ കൊട്ടാരത്തിനോട് ചേർന്നുള്ള ഒരേക്കർ മിച്ചഭൂമിയിലാണ് നിർമ്മാണം. 25 കോടി രൂപയാണ് ഇതിനായുള്ള ചെലവ് പ്രതീക്ഷിക്കുന്നത്. റവന്യൂ ഭവന്റെ രൂപരേഖ അടക്കമുള്ള വിശദമായ പദ്ധതി രേഖ തയ്യാറാക്കിയത് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സഹകരണ സംഘമാണ്. ബാങ്കിംഗ് നിയന്ത്രണ നിയമം ലംഘിച്ചതിന് 5 അർബൻ സഹകരണ ബാങ്കുകൾക്ക് മൊത്തം 84 ലക്ഷം രൂപ റിസർവ് ബാങ്ക് പിഴ ചുമത്തി. ഇതിൽ ഒരു ബാങ്കിന് 50 ലക്ഷം രൂപയാണ് പിഴയിട്ടത്. മഹാരാഷ്ട്ര, ഗോവ, ഗുജറാത്ത്, കർണാടക, മധ്യപ്രദേശ് സംസ്ഥാനങ്ങളിലും ദമാൻ, ദിയു, ദാദ്ര നഗർ ഹവേലി തുടങ്ങി കേന്ദ്രഭരണ പ്രദേശങ്ങളിലും പ്രവർത്തന പരിധിയുള്ള മൾട്ടി സ്റ്റേറ്റ് ഷെഡ്യൂൾഡ് ബാങ്കായ NKG SB സഹകരണ ബാങ്കിനാണ് 50 ലക്ഷം രൂപയുടെ പിഴശിക്ഷ. ബാങ്കിലെ ഇടപാടുകാരെ അറിയുക എന്നത് സംബന്ധിച്ച നിബന്ധനകൾ പാലിച്ചില്ല എന്നതാണ് കുറ്റം. കേരള സ്റ്റേറ്റ് റബ്ബർ കോപ്പറേറ്റീവ് ലിമിറ്റഡ് കാലോചിതമായി മാറ്റാനുള്ള ശ്രമത്തിന് സർക്കാരിന്റെ സഹായം. കോഴിക്കോട് IAM ആണ് ഇതിനുള്ള പഠനം നടത്തുന്നത്. സർക്കാരിന്റെ നിർദ്ദേശത്തെ തുടർന്ന് സഹകരണ സംഘം രജിസ്ട്രാറാണ് IAM-മായി ധാരണാപത്രം ഒപ്പിട്ടിട്ടുള്ളത്. ഈ പഠനത്തിനു വേണ്ടി വരുന്ന ചെലവിനുള്ള പണം സർക്കാർ അനുവദിക്കാനാണ് തീരുമാനം. ഇതിനായ സഹകരണ വകുപ്പ് പ്രത്യേകം ഉത്തരവിറക്കി. KSRTC പെൻഷൻ നൽകുന്നതിന് രൂപീകരിച്ച സഹകരണ ബാങ്ക് കൺസോർഷ്യത്തിൽ നിന്ന് എടുക്കുന്ന വായ്പയ്ക്ക് പലിശ നിരക്ക് ഉയർത്താൻ ധാരണ. എന്നാൽ ഇത് സംബന്ധിച്ച് ചർച്ച പൂർത്തിയായിട്ടില്ല. നിലവിൽ 8.8% പലിശ നിരക്കിൽ പണം സ്വരൂപിക്കാനാണ് ധാരണാപത്രം ഒപ്പിട്ടിട്ടുള്ളത്. ഇതിന് പിന്നാലെ സഹകരണ മേഖലയിലെ നിക്ഷേപത്തിന്റെ പലിശ സഹകരണ വകുപ്പ് ഉയർത്തി. അതോടെ 8.8%-ന് KSRTC പെൻഷൻ ഫണ്ടിലേക്ക് പണം നൽകാൻ സഹകരണ ബാങ്കുകൾ തയ്യാറായിരുന്നില്ല. ഈ ആഴ്ചയിലെ പ്രധാന സഹകരണ വാർത്തകൾ ഇവിടെ അവസാനിച്ചു. കൂടുതൽ വാർത്തകളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം. സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട വാർത്തകളും വീഡിയോകളും നിങ്ങൾക്കും നൽകാം. അതിനായി 3amvazhi@gmail.com എന്ന മെയിൽ ID യിലേക്കോ 6238500515 എന്ന നമ്പറിലേക്കോ ബന്ധപ്പെടുക.